ഒരു ബാഗ് പണയിക്കാണ്ട് എവിടേക്ക് പോകണമെന്നല്ലേ. ഹലോ ഗൈസ്, ഞാൻ പുതിയൊരു വണ്ടി എടുക്കാൻ പോകുകയാണ്. ചെറിയൊരു വണ്ടി കച്ചവടം ഉണ്ടായാലും ചെറിയ ബ്ലോഗാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6:15 ടൈമിന് ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ നോക്കുന്നത് എൻ്റെ മുടിയാണ്. എത്ര പറഞ്ഞാലും ഒതുങ്ങാത്തൊരു മുടിയാണ്. ഇപ്പോൾ ഫുള്ള് മഴയാണല്ലോ. മഴ ആയതുകൊണ്ട് ചെരുപ്പ് ഇട്ട് കണ്ടാൽ പോകുന്നത്, അല്ലെങ്കിൽ ഷൂ കയറ്റക്കാരൻ പോക്കുണ്ടാകുക. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. അപ്പോൾ അവിടുന്ന് ഹെൽമെറ്റ് എടുത്തു. ഹെൽമെറ്റ് എടുത്തപ്പോൾ തന്നെ നമ്മളെ കഥയത്ത് നായകൻ എത്തിയിട്ടുണ്ട്. നായകന് ഷൂ ഇടാതെ പുറത്തേക്ക് ഇറങ്ങാത്ത ആളാണ്. ഇപ്പോൾ ക്രോക്സ് ഇട്ട് കണ്ടെങ്കിൽ നടത്താം, കാരണം ഫുള്ള് മഴയാണല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം ആരും വണ്ടി ഓടിക്കുന്നതാണ്. ബേക്കിൽ ഇരിക്കുന്നവന്റെ മേത്തേക്ക് ചളി തെറിക്കും, ബേക്കിൽ മടുകാടില്ലാത്തതുകൊണ്ട്. എല്ലാം പറഞ്ഞു വെച്ചാൽ വണ്ടി ഓടിച്ചു, എനിക്ക് വീഡിയോ എടുക്കാണ്ട്. അങ്ങനെ രണ്ടാൾ ഫുൾ ടൈം ഹെൽമെറ്റ് വെക്കുന്ന രണ്ടാൾക്കാരാണ്. പക്ഷെ ഇന്ന് എന്താ പോകും, രണ്ടാളും വീഡിയോ എടുക്കണോണ്ടാവും. രണ്ടാളും ഹെൽമെറ്റ് വെച്ചിട്ടില്ല, നിയമം പാലിച്ചാതെ പോണേ. എന്താവുന്നാവും. ഇതാണ് ഞങ്ങളുടെ നാട്, കുറ്റിപ്പുളിയാണിത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ മേലെ നമുക്ക് ബ്രസീലിന്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് ഇനി പാണ്ടിക്കാട് പോവാം. എന്താ അറിയില്ല, 6:15 റോട്ടിൽ ഒരു വണ്ടി ഇല്ല, വല്ല അറുത്താലും വരെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പാണ്ടിക്കാട് ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. സാധാരണ ഞങ്ങൾ ഇവിടെ നിർത്തൽ വണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി നിർത്തിക്കാണ്ട് പോകാം. അതായത് നല്ല ആരാന്ന് മനസ്സിലാത്തത്. ഇത് അനസാണ്, എൻ്റെ കവക്കാണ്. ഞാൻ അനസാന്ന് വിളിക്കല്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അതിൽ വേറെ സംഭവം ഉണ്ടായി. ബാഗ് ഓപ്പൺ ആയിരുന്നു. നിങ്ങൾക്ക് ക്യാഷ് ആണെങ്കിൽ വീഡിയോ എടുത്തില്ല. അപ്പോൾ ബാഗ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ ഏതായാലും സേഫായി. ഇത് പാണ്ടിക്കാട് ടൗണാണ്. പാണ്ടിക്കാട് ടൗണിൽ നിന്ന് നമുക്ക് ബസ് കയറേണ്ടത് കുന്നംകുളത്തേക്കാണ്. അപ്പോൾ ബസ് അപ്പോഴാണ് ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കിയത് ഇപ്പോൾ ഒരു ടിസ്റ്റ് ഉണ്ടായി. അമ്മോനോട് തന്നെ കണ്ടപ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഏകാലം തൃശ്ശൂർക്ക് ഒരു KSRTC ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വെയിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് 20K ഫോളോവേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ലടാ. അപ്പോഴൊന്നും എന്നെ അറിയില്ലടാ. അപ്പോഴൊന്നും എന്നെ മെയിൻ ആക്കണമെന്നല്ല. അപ്പുറത്തെ സൈഡ് ഗേൾസ് ഉണ്ട്, അവർ നോക്കി ചിരിക്കണമൊക്കെ ഉണ്ട്. അറിഞ്ഞിട്ട് അറിയാതെ എന്തെന്ന് അറിയാം. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഫുള്ള് ടിസ്റ്റ് ആട്ടോ. അപ്പോൾ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ അടുത്ത സെക്കൻഡ് പാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.